ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം ടി വി പുരം അല്ലേ, ടി വി പുരത്താണ്. എൻ്റെ കൂടെ രതീഷ് ഭായി ഉണ്ട്, ഷിജി ഉണ്ട്, അതുപോലെ അനീഷനുണ്ട്. ഞങ്ങളിന്നൊന്ന് കറങ്ങാൻ പോകണം അല്ലേ, കക്കവാരനൊക്കെ ഇവിടുത്തെ രാവിലത്തെ വിഷുകളൊന്ന് കാണിച്ചു തരാം. രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നേരത്തെ തന്നെ, ഒരു ഇത്തിരി ലേറ്റായി, ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട് അല്ലേ, 8 മണിയാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വിഷുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് നമ്മൾ വഞ്ചി പോകാൻ പോകണം. കയറിയതാ. അപ്പം എനിക്ക് അങ്ങ് പോയിട്ട് വരാം. ഏത്? ആ, അതെനിക്കറിയില്ലായിരുന്നു. ഓക്കെ. മാട് വേണം, ആ മാട് എടുക്കണം. മാടെന്ന് പറഞ്ഞാൽ അത് പോകുമ്പോൾ വെറുതെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു വിടാം. വേണമെങ്കിൽ പറ്റാവളി പോകും, അത് വേണമെങ്കിൽ എടുത്തു. നമ്മൾ വഞ്ചി സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് യാത്ര ആരംഭിച്ചേക്കണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ നിന്ന്. ശേഷം ഇപ്പോൾ കായലിൻ്റെ ഏതാണ്ട് നടുഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ കക്ക വാരണത്. അത് എന്താ പറയുക, ഒരു 100-150 വഞ്ചികളൊക്കെ അടുപ്പിച്ച് കണ്ടാൽ എങ്ങനെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. പക്ഷേ ഇന്ന് ഈ സമയം ഇപ്പോൾ മഴയും അതൊക്കെ ഏതാണ് കക്ക കുറവാണെന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വഞ്ചികൾ ഉണ്ടാവില്ല. ആ ഒരു കാഴ്ച തന്നെ എപ്പോഴെങ്കിലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് മുന്നേ നമ്മുടെ വീഡിയോയിൽ പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ്. അതുപോലെ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ രതീഷ് ഭായി പറഞ്ഞായിരുന്നു ആ മാട് എടുക്കണമെന്ന്. ഞാൻ കാണുന്നത് ആ മാടെന്ന് പറഞ്ഞാൽ ദ്വീപാണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുക. ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ദ്വീപ് നമ്മൾ പ്രാവശ്യം ഒന്നല്ല, 2-3 തവണ നമ്മൾ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. പിന്നെ വൈക്കത്തെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരു സുഹൃത്ത് കാണാറുണ്ട്, പ്രവീൺ. അവൻ തിരക്കായത് കാരണമാണ് അവനില്ലാണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നത്. ഇല്ലെങ്കിൽ വൈക്കം എന്ന് പറയുമ്പോൾ അവനില്ലാത്തൊരു വീഡിയോ പോകാറില്ല സാധാരണ. അതുകൂടി പറയുന്നതാണ്. ഇതാണ് രതീഷ് ഭായി നേരത്തെ പറഞ്ഞ ദ്വീപ്. അതൊന്ന് ചുറ്റി കാണിച്ച് തന്നേക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ കക്ക വാരണ വരാം. അവർ വെളുപ്പിനെ പോകും കേട്ടോ ഈ കക്ക വാരാനായിട്ട്. അവിടെ കുറേ എന്താണ് മറ്റേ കളപ്പൊഴി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ. ഈ ഗോപ്രോയിൽ എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്ത് പാമ്പ് അതുമൊക്കെ കാണട്ടെ. കാരണം ഇവിടെ ആൾത്താമസം അല്ലെങ്കിൽ ഒരു അനക്കം പോലും ഇല്ലാണ്ട് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ് കേട്ടത്. പിന്നെ എന്താ പറയുക, ഈ കക്ക വരാൻ പോണവരെന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ പോവും. ഞാൻ പറയില്ലേ, 10-100 വഞ്ചികളൊക്കെ ഒരുമിച്ച് അവിടേക്ക് ഇട്ടിങ്ങനെ തൊട്ട് പറ്റേ ഇട്ടിങ്ങനെ നടക്കും. ഭയങ്കര ഒരു മനോഹര ഒരു കാഴ്ചയാണ്. ഇതിന് മുന്നേ നമ്മൾ പാതിരാമണൽ യാത്രയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വഞ്ചിക്ക് പോയേക്കണം. അത് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ വൈക്കത്തുനിന്ന് പാതിരാമണൽ പോയേക്കണം. അതിൻ്റെ അകത്ത് എനിക്ക് വേണം ആ വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിലേക്ക് കാണുക, ആ വീഡിയോയിലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കക്കവാരണ ആൾക്കാർ അണ്ടം മുഴുവൻ അത് നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയേക്കുന്നത്. ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇവർ പോവും. ഒരു ഉച്ചയാകുമ്പോൾ ഇവരുടെ പരിപാടി ഏകദേശം തീരും. എനിക്ക് പോകണം 1 മണി 2 മണിയാകുമ്പോൾ. പക്ഷേ ആ എടുക്കണ പണിയെന്ന് പറഞ്ഞാൽ നല്ല കട്ടപ്പണിയാണ്. അത് ഇത് ഇപ്പോൾ നിങ്ങൾ ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. മുങ്ങി കക്കവായിരുന്നു. അങ്ങനെ ആ വഞ്ചി നിറച്ചിട്ട് ഇവർ തിരിച്ച് കരയിലേക്ക് വരുള്ളൂ. പക്ഷേ ഇപ്പോൾ കക്ക ഇത്തിരി കുറവാണെന്ന് കേട്ട് എന്തായാലും നമുക്ക് അത് നേരിട്ട് പോയി നമുക്ക് കാണാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇവർ എല്ലാവരും കക്ക വാരിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, വഞ്ചി കുറവുണ്ട്. ഞാൻ പറഞ്ഞ അടുത്തൊരു കാഴ്ച അടയ്ക്കേണ്ടത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതും വഞ്ചിയെല്ലാം ഫില്ലായിരിക്കും. കക്കവാര് അതും വലിയ കക്കയായിരിക്കും, നിറഞ്ഞിങ്ങനെ ഇരിക്കണേയിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച ഞാൻ കണ്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്ര ഇതായിട്ട് പറഞ്ഞത്. ഇവിടെ ഉള്ളവർക്ക് അതൊരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ നമ്മളെപ്പോലെ സിറ്റിയിലൊക്കെ ജീവിക്കണവർക്ക് ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ വൈക്കത്തൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ടി വി പുരം ആ ഒരു ഏരിയയിൽ മിക്കവരും തന്നെ ഈ രാവിലെ ഈ കക്കാരം പോണവരാണ്. അപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ദിവസം നിങ്ങൾ രാവിലെ പോവുക, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന് പറഞ്ഞാണ്. ഇത് അവിടെ ഒരു രതീഷ് ഭായിയുടെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി അത് ഇടല്ലേ എന്ന് പറഞ്ഞേക്കാണ്, കക്ക വാരി വെച്ചേക്കണം. അത് നമ്മുടെ വിഷ്വലിൽ കാണിക്കാൻ വേണ്ടി ഇടല്ലേ എന്ന് പറഞ്ഞ് വെച്ചേക്കണേണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് മുങ്ങിയല്ല എടുക്കുന്നത്. ആ ഒരു വലിപ്പം കണ്ടിട്ട് അതിൻ്റെ ഒരു കണ്ട ആ ഒരു വല ഒരു തോട്ടി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വഞ്ചിയിൽ നിന്നാണ് ഇടണമെന്ന് തോന്നണം കേട്ടോ. ഞാൻ ആ ടൈമിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കണ്ട അതിൻ്റെ ഒരു അതിങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വലിയൊരു പോസ്റ്റ് പോലെ ആ കമ്പിയിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ് വല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം മുങ്ങി തപ്പി എടുക്കണവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അതും കൂടി കാണിച്ചു തരാം. അവരെ സമ്മതിക്കണം. ഈ മുങ്ങും, പിന്നെ ഒരു എന്താ പറയുക, ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ പൊങ്ങും, കുറച്ച് കക്കയായിട്ട് വരും, വീണ്ടും മുങ്ങും. അയ്യോ, അതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇത് കണ്ട, ഇത് നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം എനിക്ക് തോന്നാൻ ഇങ്ങനെ കോരി എടുക്കണമെന്ന് തോന്നാം. ആ ഒരു കാഴ്ചയാണ്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാണ് നമ്മുടെ വിഷ്വലിലേക്ക് കാണിക്കാൻ വേണ്ടി. എന്തായാലും അതിനൊരു നന്ദി. കാരണം എന്നാലല്ലേ നിങ്ങളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അറിയാത്തവർക്ക്.
അപ്പോൾ ഇപ്പുറത്ത് വേറെ ചേട്ടനുണ്ട്, നമുക്ക് അങ്ങോട്ടും പോകാം. അവിടെ ഒരു കാഴ്ച ഉണ്ട്, വലിയൊരു കാഴ്ച തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ നേരെ മുങ്ങി തപ്പി എടുക്കുന്ന അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കണ്ട ആ ചേട്ടനും ഫുൾ സപ്പോർട്ടോടുകൂടി നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടാ, വീഡിയോ എടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ. നമ്മൾ മെയിനായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയും കൂടി ആയിട്ടാണ് അവിടെ പോയത്. അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലത്തെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. കണ്ട ഇത് കക്ക ഇത് കുറവാണ്. ശരിക്കും വഞ്ചി ഫില്ലായിട്ട് ഇരിക്കും അത്യാവശ്യം. ഒരു സെൻട്രൽ പോർഷനൊക്കെ നിറഞ്ഞിരിക്കുക, അതും വലിയ കക്ക ഇരിക്കും. ഇത് എനിക്ക് ഇത്തിരി കൂടി ചെറുതാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടേക്കുന്നത് വെച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ കുറവാണെന്ന് പറയണ കാക്ക. ആ കാഴ്ച നിങ്ങൊന്ന് കണ്ടു നോക്കട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയ്യോ ഇത് ഈ മുങ്ങും പിന്നെ എടുക്കും, കുറച്ച് കക്കയൊക്കെ കൈ ചിലപ്പോൾ കിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആ സഞ്ചിയിലാക്കും, വീണ്ടും മുങ്ങും. അങ്ങനെ ഒരു പോർഷൻ ആയി കഴിയുമ്പോൾ വഞ്ചിയിലേക്ക് ഇടും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോട്ടോഷൂട്ട് കണക്കുണ്ടത് സൈഡിൽ കൂടി നടന്നു പോകും. അതിന് ഫുൾ സപ്പോർട്ട് കൂട്ടിയിട്ട് നമ്മുടെ ഷിജി ബ്രോയും രതീഷ് ഭായും കറക്റ്റായിട്ട് നിന്നിട്ട് നമുക്ക് കട്ടൊക്കെ വഞ്ചിയൊക്കെ ഒന്ന് ഗ്യാപ്പിട്ടൊക്കെ തന്ന് എടുക്കാൻ വേണ്ടി അങ്ങനെ കുറേ നമുക്ക് സപ്പോർട്ടായിട്ട് ഫുൾ ഹെൽപ്പായിട്ട് നിന്ന് വെച്ചാൽ. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെ ഈ ഒരു കാഴ്ച കൂടി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊക്കെ ഒരു വല്ലപ്പോഴും ആണ് ഇങ്ങോട്ട് വരുന്നത്. അതിന് രാവിലെ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്നാലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഉച്ചയാകുമ്പോൾ ഇവരുടെ പണി ഏകദേശം 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ തീരും. അതായത് ഇവരിത് കൊണ്ടുപോയി എന്താണ് അതിൻ്റെ അകത്ത് മെഷീനിലിട്ട് ചൂടാക്കി മെഷീനിലിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. അതായത് ഇറച്ചിയും കക്കയും വേർതിരിക്കും. ആ ഒരു വിഷ്വൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. കാരണം നമ്മുടെ ടൈമിംഗ് ഏറ്റി വന്നതാണ്, കാരണം വേറൊരു ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നൊരു വ്ളോഗും കൂടി മനസ്സിലായി. ഇപ്പോൾ പോയി എന്തായാലും ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ്. പിന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച വഞ്ചി പോയിട്ട് ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ വഞ്ചി പോയി ഇങ്ങനെ ഇതൊക്കെ എടുക്കണം. അപ്പോൾ അതും കൂടി വേണമല്ലോ നിങ്ങളെ കാണിക്കാൻ. പിന്നെ ഇടയ്ക്കേറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മലയാള കാഴ്ചകളും മറ്റ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അത്ര പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ഇതുണ്ട് ഈ ചേട്ടൻ്റെ കുറേ നേരം അയ്യോ അദ്ദേഹം ഒരു 3-4 തവണ നമുക്ക് വേണ്ടി അത് പോസ് ചെയ്ത് തന്നു. മീൻസ് നമ്മൾ പറയുന്ന നേരെയൊക്കെ തിന്നത് ഇട്ട് തന്നത്. ഇതിൻ്റെ പേര് ചോദിച്ചില്ല, സോറി വിട്ടുപോയി. കാരണം ഈ ഒരു 2 പരിപാടിയും നടക്കണ്ടായിരുന്നു. ഇപ്പുറത്ത് ഷീച്ചേട്ടനിൽ ക്യാമറയോട് തന്നെയാണ് വീഡിയോ എടുക്കാൻ, ഞാൻ എൻ്റെ വഴിക്ക് ഇപ്പുറത്ത് വേറൊരു പരിപാടി നടത്തുന്നത്. അതാണ് ഇങ്ങോട്ടാക്കിക്കോ വഞ്ചി വഞ്ചി ഇങ്ങോട്ടാക്കും. അപ്പോൾ ഷിജി ബ്രോ എന്തായാലും നന്ദിയുണ്ട്. നമുക്കിങ്ങനെ ഒരു കാഴ്ചയൊക്കെ രാവിലെ കാണാൻ പറ്റി അല്ലേ രതീഷ് ഭായ്? എന്തായാലും ഞങ്ങളുടെ അല്ലേ കുറച്ച് വീഡിയോസ് ഇനി പുറകെ വേറെയൊക്കെ വരാനുണ്ട്. ഒക്കെ ഭാവിയിൽ കൊണ്ടുവരുന്നതാണ്. രതീഷ് ഭായിയുടെ മോൻ്റെ പേരെന്താണ്? ധ്യാൻ. അവനൊരു വ്ളോഗറായിരുന്നു കേട്ടോ, അവനെ കിട്ടിയില്ല. നമുക്ക് അവനെ കൂടി കാണിക്കാറുണ്ട്. സ്കൂളിൽ പോയെങ്ങനെയാണ് അല്ലെങ്കിൽ എഴുന്നേറ്റിട്ടില്ല? ഇല്ലെങ്കിൽ അവനെ കൂടി ഉൾപ്പെടുത്തായിരുന്നു നമുക്ക്. എന്തായാലും ഈ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. മുങ്ങി കക്ക വരണ എന്തോരം വഞ്ചികളാണ് നോക്കി. ഇത് കുറവാണ് കേട്ടോ. ഇതിന് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. ഇത് അതിൽ 4-1 അല്ലേ? കാരണം അത്രയും അതുപോലെ കക്കയും കുറവാണ്. മറ്റേത് വഞ്ചി നിറഞ്ഞിരിക്കും കക്ക. അതെ അതെ. അപ്പോൾ പോയാൽ നമുക്ക് തിരിച്ചു പോകാം. ഇതുണ്ടോ ശേഷം ഈ കക്ക വഞ്ചിയിൽ വരണ നമ്മണ്ടല്ലോ, അത് ഇവിടെ കൊണ്ടുവന്ന് അല്ല ഇതിൻ്റെ അകത്തല്ല അതിലിടും. ഓ ആദ്യം തിളപ്പിക്കും അല്ലേ? ഓക്കെ. സെപ്പറേറ്റ് ആക്കും. ഇത് അപ്പോൾ സെപ്പറേറ്റ് ആക്കണം. ഓ ഇത് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഇറച്ചി താഴെ വീഴും. ഓ അതിന് അങ്ങനെയാണ് എൻ്റെ പരിപാടി അല്ലേ? അതും കൂടി കാണിച്ചു തന്നാണ്. ഇവിടെ കുറച്ച് ടൈമിങ് ഏറ്റി കാരണം ഞങ്ങൾക്ക് അത് വീഡിയോ കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. എന്തായാലും പറഞ്ഞു തന്നാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇതുപോലുള്ള മനോഹരമായ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം പറഞ്ഞുതരാം രതീഷ് ഭായ്. അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.